ഭൂമിഗീതത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയിലുള്ള ഗ്രീൻലാൻഡ് ഫാമിലാണ് നമ്മളിന്ന്. പ്രകൃതി രമണീയത കൊണ്ട് വളരെ അനുഗ്രഹീതമായ ഈ ഫാമിലെ വിവിധ കാർഷിക പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡ്. ഏവർക്കും ഇതൊക്കെ കാണാൻ സ്വാഗതം. മാർട്ടിലല്ലേ? 17 വർഷമായി ഇവിടെ വന്നിട്ട്. ഇപ്പൊ എന്തൊക്കെയാണ് ഈ എസ്റ്റേറ്റിന്റെ ആക്ടിവിറ്റീസ്? പ്ലാന്റേഷൻ ആണ് മെയിൻ ആയിട്ട്. അതിന്റെ സൈഡായിട്ട് നമ്മളുടെ ചെറിയ ഫാം, യമു, കോഴി, താറാവ്, വാത്ത്, ഡിഫറൻസ് ആയ പ്രാവുകള്, ഒരുപാട് സാധനങ്ങൾ, എല്ലാ ഡിഫറൻസ് ആയ അനിമൽ നമ്മുടെ കയ്യിലുണ്ട്. ചെറുതായിട്ട് ടൂറിസം ഉണ്ട്, ഫാം ടൂറിസം. അല്ല, അതിന് ഫാം ടൂറിസത്തിന് വളരെ പറ്റിയ ഒരു സ്ഥലമാണ്. ഇടകൊണ്ട് തന്നെ പോകാനും എളുപ്പത്തിൽ എല്ലാ മേഖലയിലുള്ളവർക്കും പെട്ടെന്ന് വന്നു പോകാൻ പറ്റിയ ഒരു സ്ഥലം. പാലക്കാടുള്ളവർക്കും പാലക്കാട് നിന്ന് വരുവാണെങ്കിൽ 60 കിലോമീറ്ററും തൃശ്ശൂരിൽ നിന്ന് വരുവാണെങ്കിൽ 80 കിലോമീറ്റർ ഉള്ളൂ. ഒരു ടൂറിസ്റ്റിന് ഒരു നിരാശ തോന്നുന്നില്ല. നല്ല സ്ഥലം, ഊട്ടി എന്നാണ് പറയാം. അതെ അതെ. ഇതിപ്പോ ഈ ഫോറസ്റ്റിനകത്തൂടെ എത്ര കിലോമീറ്റർ വരുന്നത്? കൈകാട്ടി എന്ന് പറയുന്ന സ്ഥലം വരും ഫോറസ്റ്റിനുള്ളിൽ. അവിടുന്ന് 10 കിലോമീറ്റർ പ്രൈവറ്റ് റോഡാണ് വരുന്നത്. 10 കിലോമീറ്റർ ഫോറസ്റ്റ് നമ്മുടെ മാത്രമേ വരുള്ളൂ. ഫോറസ്റ്റ് റോഡിൽ കൂടി എത്ര വരണം? അത് ഫോറസ്റ്റ് റോഡാണ്. ഫോറസ്റ്റിനുള്ളിൽ കൂടെ കടന്നു വരുന്നത്. പോത്തുണ്ടി ഡാം മുതൽ കൈകാട്ടി വരെ. പോത്തുണ്ടി ഡാം മുതൽ കൈകാട്ടി വരെ ഫോറസ്റ്റാണ്. ഫോറസ്റ്റ് കടക്കാതെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. എൻട്രൻസേ ഉള്ളൂ നെല്ലിയാമ്പതിക്ക് വരാൻ. ഒരു എൻട്രൻസേ ഉള്ളൂ. പിന്നെ ഉള്ളത് പറമ്പിക്കുളമാണ്. അത് പാലോടല്ല. പറമ്പിക്കുളം വഴി നെല്ലിയാമ്പതിയിൽ നിന്ന് നമുക്ക് പൊള്ളാച്ചിക്ക് പോകുന്ന എൻട്രൻസ് ഉണ്ട്. അത് പാലോടല്ല. അതിപ്പോ പറ്റില്ല അല്ലേ? ശരി, ഓക്കെ. ഈ പോത്തുകൾക്ക് എത്ര പോത്തുണ്ട് ഇവിടെ? 40 പോത്തും 25 എരുമകളുണ്ട് സാർ. 40 പോത്ത് 25. ഈ പോത്തും കിടാവുകൾ ഇവിടെ ഉണ്ടാവുന്ന ചെയ്യുന്നത്. ഇതുപോലെ ഫാം പോലെ തന്നെ തീറ്റയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അഴിച്ചു വിട്ട് തീറ്റ പച്ചവെള്ളം കൊടുക്കുള്ളൂ സാർ. അപ്പോഴാണ് ഇറച്ചി നാച്ചുറൽ ആയിട്ടുള്ള ഇറച്ചി. നാച്ചുറൽ ആയിട്ടുള്ള ഇറച്ചിയാണ് സാർ. അത് ശരി. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഇറച്ചിയുടെ ക്വാളിറ്റി ഒക്കെ പരമാവധി ക്വാളിറ്റിയാണ്. ഫസ്റ്റ് ക്ലാസ് ഇറച്ചി ആയിരിക്കും സാർ. ഡീപ്പ് കൈയേടുപാടുകളും ഒന്നുമില്ല. ഒരുപക്ഷെ കേരളത്തിൽ വേറെ എവിടെയും പിന്നെ നമ്മൾക്ക് ഇങ്ങനെയുള്ള സൗകര്യം പോലെ ആർക്കും ഉണ്ടാവില്ല. ഇത് ഒരു 600 ഏക്കർ എസ്റ്റേറ്റിന്റെ ഉള്ളിലായതുകൊണ്ട് അവർക്ക് നന്നായി മേയാനുള്ള സൗകര്യങ്ങളുണ്ട്. കാലത്ത് ഒരു 8 മണിക്ക് വിട്ടാൽ നമ്മൾ വൈകുന്നേരം 4 മണി വരെ മേഞ്ഞു കൊണ്ട് പിന്നെ വൈകുന്നേരം അവർക്ക് റെസ്റ്റ്. ഒരാളെ കൊടുത്തൽ വിടും. അപ്പൊ ഈ വെള്ളം കുടിക്കാനൊക്കെ തോട്ടിലോട് വെള്ളം, നാച്ചുറൽ വെള്ളം, പിന്നെ കുടിക്കാനുള്ള വെള്ളം നമ്മൾ കൂട്ടിൽ അറേഞ്ച് ചെയ്ത് കുടിച്ച് നമ്മൾ ഇതിനകത്തായിട്ട് ഷെൽട്ടർ മാത്രം. ഇതിനകത്ത് തീറ്റ ഒന്നുമില്ല. അവരൊരു 4:30 വരെ നിന്ന് അവർക്ക് ആവശ്യമായ പുല്ലായി കഴിയുമ്പോൾ അവർ തന്നെ വന്ന് കൂട്ടിലേക്ക് കയറിക്കും. പിന്നെ പിറ്റേ ദിവസം ഒരു 8 മണിയാകുമ്പോൾ നമ്മൾ കഴുകി അഴിച്ചു കൊടുക്കും. ഇതിന് എന്ത് പ്രായമാകുമ്പോഴാണ് കൊടുക്കുക? നമ്മളൊരു 3 വയസ്സാകുമ്പോൾ കൊടുക്കും. 3 വയസ്സാകുമ്പോൾ കൊടുക്കും. ഒരു 120 കിലോ 130 കിലോ വെയിറ്റ് വരുമ്പോഴാണ് നമ്മൾ കൊടുക്കുന്നത്. അത് 2.5 വയസ്സാകുമ്പോൾ തന്നെ ആവും. ഇവിടെ ഉണ്ടാകുന്ന പോത്തുണ്ടാക്കളെ എല്ലാം അതിന്റെ പാല് കുടിച്ച് അവരുടെ അമ്മയുടെ പാല് കംപ്ലീറ്റ് മാക്സിമം പാല് അവർക്ക് തന്നെ കൊടുക്കുള്ളൂ. അപ്പൊ കൊച്ചിലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് അവർ കയറി വരും. മറ്റേ എക്സസ് പരിമയുടെ പാല്, ബാക്കി വരുന്ന പാല് കംപ്ലീറ്റ് അവർക്ക് കൊടുക്കും. ഒരു ചുരുങ്ങിയ ഒരു 4-3 ലിറ്റർ പാല് ഒരു ദിവസം ഒരു കുട്ടിക്ക് കുടിക്കാൻ. ബാക്കിയുള്ള പാല് മാത്രമേ നമ്മൾ റിസോർട്ടിലേക്ക് കൊടുക്കും. ഈ എരുമയ്ക്കുമൊക്കെ ഈ പുല്ലും വെള്ളമുള്ളൂ? പുല്ലും വെള്ളം മാത്രം കൊടുക്കും. ഭൂമിഗീതം പരിപാടി 10-15 വർഷമായി ചെയ്യും. ഒരുപാട് ജീവികളെ വളർത്തുന്നതൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും പോത്തുകളെ ഒന്നിച്ച് കണ്ടിട്ടില്ല. ഈ രീതിയിൽ വളർത്തുന്നത് എവിടെ കണ്ടില്ല.
പശുക്കളെയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പോത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം പോത്ത് എരുമ എന്ന് പറഞ്ഞാലേ ഇവർക്ക് വലിയൊരു മെയിൻ്റനൻസ് ഉണ്ട്. പശുവൊക്കെ ആകുമ്പോൾ കുറച്ച് റെസിസ്റ്റൻസ് ഇപ്പോഴും ഈ അസുഖങ്ങളും കാര്യങ്ങളും. ഇവർക്ക് പോത്തിന് പറ്റിയ ഏറ്റവും അനുയോജ്യമായ ക്ലൈമറ്റാണ്. എരുമയ്ക്കും പോത്തിനുമാണ് ഇവിടെ ഏറ്റവും ബെസ്റ്റ്. പശുക്കൾക്കാകുമ്പോൾ പെട്ടെന്ന് ഈ അസുഖങ്ങൾ വരാൻ സാധ്യത. പിന്നെ ഇവിടെ ഈ അധികം ചൂടില്ലാത്ത അതാണ് ചൂട്. ഇവർക്ക് എപ്പോഴും തണുപ്പാണ് ഏറ്റവും ബെസ്റ്റ്. അവർക്ക് വേർക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, കപ്പാസിറ്റി ഇല്ല. ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം. ഈ വെള്ളം എന്നും ഇങ്ങനെ ഉണ്ടാവും ഇവിടെ. ഈ വെള്ളം എപ്പോഴും ഉണ്ടാവും. എല്ലാവരും ഏത് ഫീൽഡിൽ പോയാലും പശു പോത്താണെങ്കിലും ഈ ചാലിൽ കൂടി ഇറങ്ങി ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂട്ടി കയറുമ്പോഴത്തേനും അവരുടെ കാലും കൈയെല്ലാം വൃത്തിയായിരിക്കും. കുളിച്ച് റെഡിയായിട്ട് നേരെ പിന്നെ ഇവിടുന്ന് കൂട്ടി കയറാൻ വേണ്ടി 50 മീറ്ററേ ഉള്ളൂ. അപ്പത്തേനും ഈ ടാപ്പ് റോട്ടിൽ കൂടെ കയറി അവർ കയറിക്കുള്ളൂ. അപ്പത്തേനും അവരുടെ കാലിന്റെ കുളമ്പിന്റെ അടിയിൽ ചെളി കാര്യമോ എന്തുണ്ടെങ്കിലും കാലെല്ലാം കഴിയിട്ട് അവർ കയറി വരുള്ളൂ. ഇതിൽ കൂടെയാണ് അവർ ഇറക്കുള്ളൂ. പാലത്തെ കൂടെ തന്നെ ഇറക്കില്ല. നമ്മൾ തോട്ടിൽ കൂടെ തന്നെ അവരിങ്ങനെ ഇറക്കി കയറ്റി പോകും. ഇത് വാത്തയല്ലേ? ഇത് വാത്ത. ഈ ഗൂസ് വാത്ത് എന്ന് പറയുന്നത്, ഗൂസ് എന്ന് പറയുന്ന സാധനം ഇത് ഈ ഇവിടെ സ്വാന്റെ തൊട്ട് താഴെയുള്ള സ്വാൻ നമ്മളുടെ കയ്യിലില്ല. അതിന് ഭയങ്കര കാശുകളാണ്. ഇതിനാകുമ്പോൾ ഒരു പെയറിന് 3000 റുപ്യ വലിയ മുട്ടയിടുന്ന ഒരു പെയറിന് കിട്ടും. കുട്ടികളാകുമ്പോൾ നമുക്ക് ഒരു 750 റുപ്യ വെച്ചിട്ട് ഡയോൾഡ് കുട്ടികളെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് തന്നെ നാച്ചുറലായിട്ട് അവിടെ ഇരിക്കും. വർഷത്തിൽ 2 പ്രാവശ്യം ഇരിക്കും. ഒന്നിനാടൻ ദിവസം ഇവർ മുട്ടയിടുള്ളൂ. ഒരു വാത്ത് മാക്സിമം 10 മുട്ടയിടുള്ളൂ. പിന്നെ ഇവിടുത്തെ ഒരു കണ്ടീഷനിൽ ഞാൻ നോക്കിയിട്ട് 10 മുട്ട വെച്ച് ഈ വാത്ത് ഇരുന്നാൽ 10 മുട്ടയും വിരിഞ്ഞ് കുട്ടികളെ കിട്ടും. ഇൻക്യുബേറ്ററിൽ വാത്ത മുട്ട വിരിയില്ല. ഫ്ലൈൻഡക്കും വിരിയില്ല, വാത്തയും വിരിയില്ല. അത് നാച്ചുറലായിട്ട് അവർ തന്നെ ഇരിക്കണം. പിന്നെ ഞാൻ കണ്ടെടുത്തോളം കൂടി ഇവർ ഏറ്റവും നന്നായി പുല്ല് കഴിക്കുന്ന ഒരു ഏറ്റവും കൂടുതൽ ഇവർ പുല്ല കഴിക്കുക. ഞാൻ വാത്തയെ വളർത്താൻ തുടങ്ങിയപ്പോഴേ അതെനിക്കൊരു അബദ്ധം പറ്റി. ഇതിൽ ഈ താറാവിലെ പോലെയൊക്കെ ആണല്ലേ ഇരിക്കണേ. അതെ അതെ. അപ്പൊ ഞാനിതിന് പലതരം മീനൊക്കെ മേടിച്ചു കൊടുത്തു നോക്കി. തിന്നില്ല, അവര് തിന്നില്ല. അപ്പൊ വലിയ നിരാശയായി. ആരും കഴിക്കട്ടെ, കൂട്ടിലല്ലേ ഫ്രഷായ സാധനങ്ങളെ മാത്രം തിന്നു. ഇപ്പൊ ചോറ് കൊടുത്താലും ഫ്രഷ്, അരി കൊടുത്താലും ഫ്രഷ്, വേസ്റ്റ് സാധനങ്ങളൊന്നും അവർ തിന്നില്ല.